സുഭാഷിതം. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. On the last day, that great day of the feast, Jesus stood and cried out, saying, If anyone thirsts, let him come to me and drink. He who believes in me, as the scripture has said, out of his heart will flow rivers of living water. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 37-38 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഉത്സവം ഏതാണെന്ന് അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ അടുത്തിരുന്നു. യഹൂദന്മാരുടെ കലണ്ടർ പ്രകാരം 7-ാം മാസം 15-ാം തീയതി മുതൽ 22-ാം തീയതി വരെ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ ആചരിക്കുന്ന ഉത്സവമാണ് കൂടാര പെരുന്നാൾ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് കനാനിലേക്ക് യാത്ര ചെയ്ത ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിൽ കൂടാരങ്ങളിലായിരുന്നു പാർത്തിരുന്നത്. കൂടാര പെരുന്നാൾ ആചരിക്കേണ്ട വ്യവസ്ഥകൾ ലേവ്യ പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം 16-13-14 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്, കളത്തിലെ ധാന്യവും ചക്കിലെ വീഞ്ഞും ശേഖരിച്ചു കഴിയുമ്പോൾ നീ 7 ദിവസം കൂടാര പെരുന്നാൾ ആചരിക്കണം. ഈ പെരുന്നാളിൽ നീയും നിന്റെ മകനും മകളും, നിന്റെ ദാസനും ദാസിയും, നിന്റെ പട്ടണത്തിലുള്ള ലേവ്യനും പരദേശിയും അനാഥനും വിധവയും സന്തോഷിക്കണം. ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ സർവ്വലോകത്തിന്റെയും ജനതതികൾക്കുള്ള ഒരു ആഹ്വാനമാകുന്നു അത്. ദാഹമില്ലാത്തവന് വെള്ളം വേണ്ടവണ്ണം കുടിക്കുവാൻ കഴിയുകയില്ല. മനുഷ്യവംശം പാപത്തിൽ വീണുപോയതിനാൽ അവന്റെ ജീവിതം വേണ്ടത്ര ചൈതന്യം പ്രാപിക്കാതെ വരൾച്ചയിലേക്ക് പോകുന്നു. ആത്മാവിന്റെ ദാഹം ശമിപ്പിക്കുവാനാണ് എല്ലാവരെയും യേശു വിളിക്കുന്നത്. മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത ഇസ്രായേൽ മക്കൾക്ക് ദാഹജലമില്ലാതെ വലഞ്ഞപ്പോൾ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു കൊടുത്തു. പൗലോസ് അതിങ്ങനെ എഴുതിയിരിക്കുന്നു, എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവകളിൽ നിന്ന് വെള്ളം കോരും. വീണ്ടും പ്രവാചകൻ പറയുന്നത്, അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവീൻ. ദാഹിച്ചു വലയുന്ന ഒരു സ്ത്രീ തന്റെ ശാരീരിക ദാഹം ശമിപ്പിക്കുവാൻ ശമരിയയുടെ കിണറ്റിനരികിലെത്തി. ജീവജലത്തിന്റെ ഉറവിയായ യേശുവിനെ അവൾ അവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്. കർത്താവ് അവളോട് പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവിയായി തീരുമെന്ന് പറഞ്ഞു. യേശു തന്റെ അടുക്കൽ വന്ന ദാഹിച്ച ആത്മാക്കൾക്ക് നൽകിയ ജീവജലത്തിന്റെ അനന്തമായ സംതൃപ്തിയാണ് പരിശുദ്ധാത്മാവ് എന്ന ദാനം. അത് വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. പരിശുദ്ധാത്മാവിന് അതിൽ തന്നെ ജീവശക്തിയുണ്ട്. അതേ ശക്തി നമ്മുടെ ആത്മാവിലും പ്രയോഗിക്കുന്നു. ആത്മാവിൽ പ്രദാനം ചെയ്യുന്ന ആ ശക്തി ജീവിതത്തിൽ സമ്പൂർണത കൈവരിക്കുവാനും സന്തോഷവും സമാധാനവും ആസ്വദിക്കുവാനും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം നയിക്കുവാനും അത് നമ്മെ സഹായിക്കുന്നു. ദൈവം മനുഷ്യവർഗത്തിന് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് യേശു കർത്താവ്. യേശു കർത്താവിലൂടെ നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവെന്ന ദാനവും നാം വിശ്വാസത്തിലൂടെ കൈവരിക്കുമ്പോൾ ജീവജലത്തിന്റെ നദികൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകും. ദാഹത്തോടെ കർത്താവിന്റെ അടുക്കിലേക്ക് നമുക്ക് ചെല്ലാം. അവിടുന്ന് നമ്മെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. God bless you all with these words.